ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ. സുമനസ്സുകളായ ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം. സീതാന്വേഷണത്തിനുള്ള പ്രാരംഭം. വാനര വീരരെയും വാനരപ്പടയെയും കണ്ട് രാമലക്ഷ്മണന്മാർ വളരെയധികം സന്തോഷിച്ചു. അനിർവചനീയമായിരുന്നു ആ സന്ദർഭം. രാമൻ്റെ ഹൃദയ സരസിൽ സീതാദേവിയുടെ മുഖാംബുജം വിടർന്നു. ഉത്സാഹഭരിതരായി വാനരപ്പട അന്തിമ നിർദ്ദേശത്തിനായി കാത്തുനിന്നു. ജാംബവാൻ, അംഗദൻ, നളനീലന്മാർ എന്നീ വീരന്മാരെ ഹനുമാന്റെ നേതൃത്വത്തിൽ തെക്ക് ഭാഗത്തേക്കും മറ്റുള്ളവരെ ഇതര ഭാഗങ്ങളിലേക്കും സീതാന്വേഷണത്തിനായി നിയോഗിച്ചു. പുറപ്പെടുന്നതിന് മുൻപ് രാമൻ ഹനുമാനെ വിളിച്ച് മുദ്രമോതിരവും അടയാളവാക്യവും നൽകി. രാമദൂതനാണെന്നുള്ള വിശ്വാസം സീതയ്ക്ക് ഉളവാക്കുന്നതിന് വേണ്ടിയാണിത് ചെയ്തത്. സീതയെ സമാശ്വസിപ്പിച്ച് വേഗം തിരിച്ചെത്തണം എന്ന രാമവാക്യം മനസ്സിലുറപ്പിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ അവർ യാത്രയായി. തെക്കോട്ട് പോയ വാനരന്മാർ വളരെ നാൾ തിരഞ്ഞിട്ടും സീതാദേവിയെ കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയില്ല. കാന്താരത്തിൽ നടന്ന് ദാഹിച്ച് വലഞ്ഞ് ജലമന്വേഷിച്ച് തിരഞ്ഞപ്പോൾ സമീപത്തുള്ള ഒരു ഗുഹയിൽ നിന്ന് ചിറക് നനഞ്ഞ പക്ഷികൾ പറക്കുന്നത് കണ്ടു. അവിടെ ജലമുണ്ടെന്ന് മനസ്സിലാക്കി അവർ ഒന്നിച്ച് ആ ഗുഹയിലേക്ക് ഇറങ്ങി. അവിടെ വൃക്ഷലതാ പുഷ്പാലങ്കൃതമായ ഒരു പൂങ്കാവനം, ഓം നാരായണായ നമഃ എന്ന് ജപിക്കുന്ന ഒരു തപസ്വിനിയെയും കണ്ട് ഹനുമനാദികൾ അവരുമായി ബന്ധപ്പെട്ടു. സ്വയംപ്രഭ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഹനുമനാദികളെ സത്കരിച്ച ശേഷം രാമഭക്തിയായ തനിക്ക് ഇമയടച്ച് തുറക്കുമ്പോഴേക്കും തീരത്ത് എത്തിക്കുവാനുള്ള ദിവ്യശക്തി ഉണ്ടെന്നറിയിച്ചു. അത്ഭുത പരതന്ത്രരായി രാമ രാമ എന്നുച്ചരിച്ച് കൈകൂപ്പി നിൽക്കുന്ന വാനരാദികളെ ആ യോഗിനി ദേവി നിമിഷങ്ങൾക്കകം സമുദ്രതീരത്തെത്തിച്ചു. രാമനാമ മാഹാത്മ്യം വാഴ്ത്തിക്കൊണ്ട് രാമദർശനത്തിനായി പോകുന്നു എന്ന് പറഞ്ഞ ആ യോഗിനി രാമനോടുള്ള ഭക്തി പാരവശ്യത്താൽ പ്രത്യക്ഷ ഭാവരൂപമായി ഹനുമനാദികളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രസവണ ഗുഹയിൽ ധ്യാനനിരതരായി കഴിയുന്ന രാമലക്ഷ്മണന്മാരെ സന്ദർശിച്ചു. രാമസ്മരണയോട് സമുദ്രതീരത്തെത്തിയ വാനരാദികൾ സമുദ്രതരണത്തിന് മാർഗങ്ങളൊന്നും കാണാതെ വിഷമിക്കുകയായിരുന്നു. അംഗദനാകട്ടെ തൻ്റെ പിതാവായ ബാലിയെ കൊല്ലിച്ചു. സുഗ്രീവനോട് വിരോധഭാവം പ്രകടിപ്പിച്ചു.
അത് ജാമ്പവാന് തീരെ രസിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. രാഗദ്വേഷാദികൾക്കതീതരായി സംശുദ്ധ മനസ്സോടെ ഈശ്വരാർപ്പണ ഭാവന സീതാന്വേഷണം നടത്തേണ്ട ഈ നിർണായക ഘട്ടത്തിൽ പരസ്പര വിരോധം ഉപേക്ഷിച്ച് കർമ്മധീരതയോടെ രാമകാര്യം നിർവഹിക്കണമെന്ന് അംഗദാദികളോട് ജാമ്പവാൻ ഉപദേശിച്ചു. ശ്രീരാമചന്ദ്രന് നീ ലക്ഷ്മണന് തുല്യം പ്രിയനാണ്. സുഗ്രീവനാണെങ്കിൽ നിന്റെ അമ്മ താരയോട് അതീത സ്നേഹ ബഹുമാനമാണ്. സുഗ്രീവന് രുമയിൽ സന്താനങ്ങളുമില്ല. അംഗദ, നീ മാത്രമാണ് സുഗ്രീവ രുമമാർക്കുള്ള ഏക മകനും കിഷ്കിന്ധ രാജ്യാവകാശിയും. നിന്റെ അച്ഛനായ ബാലിയുടെ അവസാന നിർദ്ദേശങ്ങൾ മാനിച്ചാണ് താരാദേവി രാജ്യത്തിൻ്റെ ശ്രേയസ്സും പുത്രൻ്റെ ഭാവി മേന്മയും മുൻനിർത്തി സുഗ്രീവനോടൊത്ത് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഉപദേശിച്ചത്. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന്, ധർമ്മരക്ഷകനാണെന്നും എല്ലാവരും അറിയുന്നു. ശ്രീരാമദേവന് വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് സായുജ്യം നേടിയ ജടായുവിനെ പോലെ നിനക്ക് സീതയെ കണ്ടെത്താൻ നിനക്ക് സീതയെ കണ്ടെത്താൻ കഴിയും. രാമദേവനെ അത് ഏൽപ്പിക്കുകയും വേണം. ജാമ്പവാന്റെ സാരഗർഭമായ ഭാഷിതം കേട്ട അംഗദൻ, ജടായു എത്ര ധന്യൻ എന്നുച്ചരിച്ചു. ഇത് കേട്ടതും ജടായുവിൻ്റെ ജ്യേഷ്ഠൻ സമ്പാതി ചിറകറ്റ് നിലയിൽ നിരങ്ങി വാനര സമീപമെത്തുന്നു. ജടായുവിൻ്റെ മരണവാർത്തയാൽ ദുഃഖിതനായ സമ്പാദിക്ക് അനുജൻ്റെ സായുജ്യപ്രാപ്തിയിൽ ശാന്തി ലഭിച്ചെങ്കിലും സമുദ്രക്കരയിൽ രാമദേവൻ ജഡം സംസ്കരിച്ച സ്ഥലത്ത് പോയി പിതൃകർമ്മങ്ങൾ വാനര സഹായത്തോടെ അനുഷ്ഠിച്ചപ്പോൾ മാത്രമാണ് സമാധാനമുണ്ടായത്. സമ്പാതി അംഗദാദികളെ തൻ്റെ പൂർവകഥയും വിവരിച്ചു. ഞാനും ജടായുവും സൂര്യസാരഥി അരുണദേവന്റെ പുത്രന്മാരും. ജടായു ദശരഥ മഹാരാജാവിൻ്റെ ബാല്യകാല സുഹൃത്തുമാണ്. പിതാവായ അരുണനെ കാണുന്നതിനും ഉയരങ്ങളിലേക്ക് പറക്കുന്നതിനുള്ള വേഗതയെ പരീക്ഷിക്കുന്നതിനുമായി ഞങ്ങൾ ഇരുവരും ഒരു ദിവസം സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയർന്നു. പക്ഷേ അത്യുന്നതങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും സൂര്യതാപത്താൽ ജടായു തളർന്ന് അവശനായി. ഞാൻ അവനെ എൻ്റെ ചിറകിൽ കീഴിൽ ഒതുക്കി അവനെ രക്ഷിച്ചു. ജടായു ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടു നിലത്തു വീണു. പക്ഷെ എൻ്റെ ചിറകുകൾ കരിഞ്ഞ് ഈ ക്രൗഞ്ച പർവ്വതത്തിൽ പതിച്ചു. കാലുകൾ ഒടിഞ്ഞു. നിസ്സഹായനായ എന്നോട് ഈ പർവ്വതത്തിൽ തപസ് അനുഷ്ഠിച്ചു വരുന്ന ഒരു യോഗീശ്വരൻ
നിശാകരൻ എന്ന താപസശ്രേഷ്ഠൻ ഇങ്ങനെ പ്രവചിച്ചു: ഭാവിയിൽ സീതാന്വേഷണത്തിനായി ഈ സമുദ്രക്കരയിലെത്തുന്ന വാനരന്മാരോട് രാവണൻ സീതാദേവിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞുകൊടുത്ത് സഹായിക്കണം. സീതയെ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ രാവണനോട് ഏറ്റുമുട്ടി മരണമടഞ്ഞ ജടായുവിൻ്റെ സഹോദരനുമാണല്ലോ ഞാൻ. തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, രാമഭക്തന്മാരായ വാനരന്മാരുടെ സമ്പർക്കത്താൽ കരിഞ്ഞ ചിറകുകൾ വീണ്ടും മുളയ്ക്കുമെന്നും ആ താപസൻ അന്ന് പ്രവചനം നൽകിയിട്ടുണ്ട്. അതിനാൽ സമ്പാതി വാനരന്മാരെ സീതയിരിക്കുന്ന സ്ഥലം വിവരിച്ച് ദർശിപ്പിച്ചു. സമുദ്രമധ്യത്തിൽ ത്രികൂട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാനഗരിയിൽ രാവണൻ്റെ അശോകവനികയിലാണ് സീതയെ ആ രാക്ഷസ ചക്രവർത്തി പാർപ്പിച്ചിരിക്കുന്നത്. സമുദ്രം ചാടിക്കടക്കാൻ കഴിവുള്ളവർക്ക് അവിടെ എത്തി ദേവിയെ കാണാം. തനിക്ക് വളരെ ദൂരം കാണുവാൻ കഴിവുള്ള കാഴ്ചശക്തി ഉണ്ട്. ഇത്രയും സത്യം ഞാൻ നേരിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും സമ്പാദിയുടെ ചിറകുകൾ വീണ്ടും മുളച്ചു പടയതുപോലെയാകുന്നു. അവർക്ക് ആശസ്സ് നേർന്ന് സമ്പാദി പറന്നു പോയത് കണ്ട് വാനരന്മാർ അത്ഭുത പരതന്ത്രരായി. ആർക്കാണ് സമുദ്രോപരി ലങ്കയിലേക്ക് ചാടാൻ കഴിയുക എന്നവർ അന്യോന്യം ചർച്ച ചെയ്തു. സീതയെ വിവരമറിയിക്കുവാൻ അങ്ങോട്ട് തിരിച്ച് അതിനുശേഷം ഇങ്ങോട്ടും ചാടാനുള്ള കഴിവ് ആർക്കുമില്ലെന്നായിരുന്നു അവരുടെ നിഗമനം. എന്നാൽ വായുപുത്രനായ ഹനുമാന് മാത്രം ആ ചർച്ചയിൽ പങ്കുകൊള്ളാതെ ആണുണ്ടായത്. അത് കണ്ട് ജാംബവാൻ മാരുതിയുടെ പൂർവ്വപരാക്രമങ്ങൾ വർണ്ണിച്ചും രാമൻ മുദ്രമോദനം ഹനുമാനെയാണ് ഏൽപ്പിച്ചത് വിശ്വാസമുറപ്പിച്ചത് എന്ന വസ്തുതയും ഓർമ്മിപ്പിച്ചു. തക്ഷണം പർവ്വതാകാരനായി മഹേന്ദ്ര ശിഖരത്തിൽ കയറി സമുദ്രലംഘനത്തിന് വായുപുത്രൻ സന്നദ്ധനായി. സീതാദേവിയെ കണ്ട് കാര്യം സാധിച്ച് കഴിയുന്നത് വേഗം മടങ്ങി വരാൻ ജാമ്പവാദികൾ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകിയപ്പോൾ വാനര സുഹൃത്തുക്കളെല്ലാം ഹനുമാന്റെ വിജയത്തിനായി പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ ചുരുക്കുന്നു. സ്വസ്തിയസ്തു ശുഭമസ്തു. സന്തു മംഗള ശതാനി.